അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും അമ്മയും വലിയമ്മയും നമ്മുടെ മക്കളും. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് 4 മണിക്ക് പോകുന്നു. ഇവിടെ ഒരു 7 മണിയായപ്പോൾ അമ്പലപ്പുഴ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് നടക്കുകയാണ്. അപ്പോൾ ഒരു 7 മണിയായപ്പോൾ നമ്മൾ അവിടെ എത്തിയതുകൊണ്ട് അങ്ങനെ തിരക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല. തിരക്കൊക്കെ ആയി വന്നുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു തട്ട് മേടിച്ച്, തട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഒരു താമര, പിന്നെ തുളസിമാല, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് അവിടെ വഴിപാടിന് കൊടുക്കാനാണ്. അപ്പം നമ്മൾ ഇന്നുള്ളത് ആലപ്പുഴ അമ്പലത്തിലാണ്. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി ഇപ്പോൾ പുറത്തിറങ്ങി. ഇനി നമുക്ക് ഇതിന് ചുറ്റുള്ള കാഴ്ചയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന തിരക്കെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ കർക്കിടക കഞ്ഞിയില്ലേ, അതായത് ഔഷധക്കഞ്ഞി, അതിൻ്റെയാണ്. അപ്പോൾ നമ്മുടെ ഒപ്പം വന്നവരൊക്കെ ഉണ്ട്. ഈ നിൽക്കണ ഈ കഞ്ഞി കുടിക്കണൊക്കെ നമ്മുടെ ഒപ്പം വന്നവരാണ്. നമ്മുടെ മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. നമുക്കൊരു മിനി ഗുരുവായൂർ പോലെയാണ് ഇത്. ഗുരുവായൂർ പോലെ അത്രയ്ക്ക് ഭയങ്കര തിരക്കൊന്നുമില്ല, പക്ഷെ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ കുളത്തിൽ മീനൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുളത്തിലിറങ്ങിയപ്പോൾ അവിടെ നിറച്ച് മീനട്ടാ. പക്ഷെ നമ്മിങ്ങനെ ഇറങ്ങുന്നതോറും അതിനിങ്ങനെ പേടിയൊന്നുമില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ മീനൊക്കെ പോവില്ല. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ വന്നിരുന്നു. അങ്ങനെ നമ്മുടെ മോനെ കാലൊക്കെ കഴിച്ചിട്ടാ. അപ്പം അവനാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണുന്നതൊക്കെ. അങ്ങനെ നമ്മൾ കുളത്തിൽ നിന്ന് നേരെ കയറി വന്നപ്പോൾ അവിടെ അമ്പലക്കാള നിൽപ്പുണ്ടായി. അതിനെ കെട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ നിൽക്കണേണത്. അതിനെക്കൊണ്ട് ശല്യവുമില്ല. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആനയുടെ ഒരു കൽപ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് നമുക്ക് ആർക്കും പ്രവേശനം മറ്റു കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന്. ഈ കാണുന്നതാണ് മിഴാവ്. നമ്മുടെ പണ്ടത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ, കുഞ്ഞൻ നമ്പ്യാർക്ക് ഇടുന്ന് ഉറങ്ങണത് ആ മിഴാവാണ്. ഈ മിഴാവിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ചാക്യാർകൂത്ത് നടക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞൻ നമ്പ്യാർ ഇതിൽ കിടന്നൊന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ ചാക്യാർ കുഞ്ഞൻ നമ്പ്യാറിനെ പറ്റി കളിയാക്കുകയും നമ്മുടെ ഓട്ടംതുള്ളൽ എന്നുള്ള കലാരൂപം രൂപപ്പെടുത്തുകയും ചെയ്തു. ഇത് എല്ലാവർക്കും അറിയണ കഥയാണ്, പക്ഷെ ഞാനിത് കണ്ടപ്പോൾ പറഞ്ഞു. അമ്പലപ്പുഴയിൽ നിന്ന് ഇറങ്ങിയാണ് ഇനി അടുത്ത അമ്പലത്തിലോട്ട്. അടുത്തത് നമുക്ക് പോകണം മണ്ണാർശാലയിലോട്ടാണ്. അപ്പോൾ ഇനി മണ്ണാർശാലയിലോട്ട് അപ്പം നമ്മൾ ഇപ്പം എത്തിയേക്കണം മണ്ണാർശാലയിലാണ്. നമുക്ക് ഞകത്ത് കയറിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ അകത്ത് കയറിയപ്പോൾ അവിടെ പൂജയൊക്കെ നടക്കണമായിരുന്നു. അതുകൊണ്ട് ആ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തൊന്നുമില്ല. നല്ല തിരക്കും ആൾക്കാരൊക്കെ ഉണ്ടായി. അങ്ങനെ നമ്മൾ തൊഴുത് പുറത്തിറങ്ങി. പുറത്ത് ഇവിടെയാണ് അമ്മേനെ കാണുന്നത്, അതായത് മണ്ണാർശാലയിൽ അമ്മേനെ കാണുന്നില്ല. ഇതവിടെ ദർശന സമയം കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മഞ്ഞയ്ക്ക് 2 ദിവസം മുമ്പായിരുന്നു അമ്മയുടെ പിറന്നാൾ. അങ്ങനെ നമുക്ക് കാവിൻ്റെ ഉള്ളിലോട്ട് പോയി. അപ്പം ഞാൻ മണ്ണാർശാലയിൽ ആദ്യമായിട്ടാണ് വന്നത്. അപ്പം ഇങ്ങനെ കാട്, അപ്പുറത്തും കാട്, അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് കാവിലോട്ട് പോയി തൊഴണത്. ഇവിടെ എന്ന് വെച്ചാൽ തിരക്കുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. അങ്ങനെ ആൾക്കാരുടെ തിരക്ക്, അങ്ങനെ സംസാരം അതൊന്നുമല്ല നമ്മൾ കേൾക്കണം. നമ്മളിങ്ങനെ ചീവീടിൻ്റെ വെച്ചാൽ ശരിക്കും ഒരു നമുക്ക് കാടിൻ്റെ ഉള്ളിൽ ചെല്ലണ പോലെ തന്നെ. അങ്ങനത്തെ ഒരു പീസ്ഫുള്ളായിട്ടാണ് കേട്ടോ അവിടെ ഉണ്ടായത്. പിന്നെ ഞാൻ പണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ മണ്ണാർശാലയിൽ വരുമ്പോൾ ഇങ്ങനെ പാമ്പിനെയൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ സർപ്പം കാര്യങ്ങളൊക്കെ അവിടെ കൂടെ എഴുന്നൊക്കെ അടുപ്പുണ്ടാവും. ഈ കുളത്തിലൊക്കെ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ പാമ്പിനൊന്നും കണ്ടില്ല. ആമയൊക്കെ ഉണ്ടായി, ആമേനെയൊക്കെ കണ്ടിട്ടാ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തൊഴുത് ഇറങ്ങി. പിന്നെ തിരിച്ച് നമ്മൾ ഉള്ളിൽ കൂടെ തന്നെ പുറത്തോട്ട് ഇറങ്ങിയിട്ടാണ്. അങ്ങനെ പിന്നെ അവിടെ ഫ്രണ്ടിലൊരു കുളം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ മോൻ അത് കണ്ടപ്പോൾ അവിടെ ഇറങ്ങി. അവന് അവിടെ ഇറങ്ങി കാലൊക്കെ കഴുകിയിട്ടാണ്. അങ്ങനെ നമ്മൾ
മണ്ണാർശാലയിൽ നിന്ന് ഭക്ഷണം രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് ഇനി ഹരിപ്പാടോട്ടാണ് പോണത്. നമ്മളൊരു 19 പേരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി കയറിയാണ് എല്ലാവരും. ഇനി നമുക്ക് ഹരിപ്പാട് ചെന്നിട്ട് കാണാം കേട്ടോ. ഈ കാണുന്നതാണ് ഹരിപ്പാട് അമ്പലം. അപ്പോൾ നമ്മൾ ഹരിപ്പാട് അമ്പലത്തിൽ എത്തിയിട്ടാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹരിപ്പാടാണ്. അപ്പോൾ അമ്പലത്തിലോട്ട് പോകാം. ഇതാണ് അമ്പലത്തിൻ്റെ മുൻഭാഗം കേട്ടോ. ഇവിടെ വന്നിട്ട് മുരുകനാണ് പ്രതിഷ്ഠ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുത്. അമ്പലത്തിൻ്റെ ഉള്ളിൽ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമ്മൾ പ്രസാദം മേടിച്ചിറങ്ങി. അപ്പം നമ്മൾ മയിലിനെ കാണാൻ പോണേന്. ഹരിപ്പാട് മയിലുണ്ട്, നമുക്ക് കണ്ടിട്ട് വരാം. ചോദിക്ക് കാണാൻ പറ്റും. ഇത് പെൺമയിലാണിത്. കൊത്തോട്ട കയ്യിലിട്ട് അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഫ്രണ്ടിൽ ഒരു ഹനുമാൻ കോവിലുണ്ടായി. അപ്പം നമ്മൾ അവിടെയും കയറി തൊഴുകട്ടോ. ഇനി നമ്മൾ പോകുന്നത് മണികെട്ടണ അമ്പലത്തിലോട്ടാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിലോട്ട് നടക്കി. നമ്മൾ ബീച്ച് റോഡ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അമ്പലം സ്ഥിതി ചെയ്യണമെന്ന് പറഞ്ഞാൽ കടലിനും കായലിനും അടുത്താണ് സ്ഥിതി ചെയ്യണത്. നമ്മളിപ്പോൾ പോണ കാണുമ്പോൾ നമുക്കൊരു ചെറായി ബീച്ച് പോലെയാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ ചെറായി ബീച്ച് റോഡ് പോലെ തന്നെ തോന്നിയത്. ഇങ്ങനെ അപ്പുറത്ത് മരങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തോന്നിയത്. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ കടലിൽ നോക്കുമ്പോൾ നിറച്ച് മീൻ പിടിക്കാൻ പോണ ബോട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാട്ടിൽ അമ്പലത്തിൽ വന്നേക്കണേണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് കേറാം. ഇവിടെ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാല് പേരാഴി മണികെട്ടണതാണ്. നമുക്ക് അതൊക്കെ കാണാം. അങ്ങോട്ട് പോയിട്ട് ഇത് ഞായറാഴ്ച ഇതാണ് ഈ കാണുന്ന വഴിപാട് പറഞ്ഞത്. ഇവിടെ നിന്നാണ് മണി കാര്യങ്ങളൊക്കെ മേടിക്കണത്. പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാല് പേരാഴി മണികെട്ടണതാണ്. മണിയൊക്കെ മേടിക്കും. നമ്മൾ കാര്യസാധ്യത്തിനാണ് മണി മേടിക്കുന്നത്. ആർക്കാണ് നടക്കേണ്ടത് അവരുടെ പേരെന്നാണ് പറഞ്ഞ് നമുക്ക് മണി വാങ്ങും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കൗണ്ടറിൽ നിന്ന് നമുക്ക് 3 നിറത്തിലെ ബോക്സ് തരും. അപ്പം നമുക്ക് കിട്ടിയത് പച്ച നിറത്തിലെ ബോക്സ് ആയിരുന്നു. അതുകൊണ്ട് ഈ പച്ച കൗണ്ടറിൽ കൊടുത്തിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുത് ഇറങ്ങുമ്പോൾ ഇത് പൂജ ചെയ്ത് നമ്മൾ ഏത് കളർ കൗണ്ടറാണോ അവിടെ നിന്ന് നമുക്ക് മണി മേടിക്കാം. റെസിപ്റ്റ് നമ്മുടെ കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുത്ത് നമ്മൾ ക്യൂവിൽ നിൽക്കാൻ തുടങ്ങി. ക്യൂ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചത് ഇപ്പോഴൊന്നും കയറാൻ പറ്റില്ല എന്നാണ്. പക്ഷേ അത്യാവശ്യം സ്പീഡിൽ ക്യൂ മൂവ് ആവുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. അത് നല്ല രസമുണ്ട്. കടലിൻ്റെ ഫ്രണ്ടിലാണ് ഈ അമ്പലം ഇരിക്കുന്നത്. അത് കാണാനും നല്ല ഭംഗിയൊക്കെ ഉണ്ട്. നീണ്ട ക്യൂവിന് ശേഷം നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിലെത്തിയിട്ടാ. ഇവിടെ അകത്തോട്ട് നമുക്ക് മൊബൈലും മറ്റു കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. അപ്പോൾ നമ്മൾ കൊടുത്ത മണി നമുക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടണ വരെ നമുക്ക് ഇതിന് ചുറ്റൊക്കെ ഒന്ന് നടന്ന് കാണാം. അങ്ങനെ നമ്മൾ നടന്നു വന്നപ്പോഴാണ് ഒരു കുട്ടിയുടെ തുലാഭാരം ഉണ്ടായത്. അത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ സാധാരണ തുലാഭാരത്തിൽ ഇങ്ങനെ പിള്ളേരൊക്കെ എടുത്തുമ്പോൾ പിള്ളേരെല്ലാവരും കരയണേ കണ്ടേക്കണേ. ഇവനങ്ങനെ കരഞ്ഞ് അങ്ങനെ അലമ്പാക്കൽ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഈ തുലാഭാരത്തിൻ്റെ ഭാരം ദേവിക്ക് അറിയാൻ പറ്റും എന്നാണ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞ് കേട്ടേക്കണത്. പേരാല്. ഇവിടെ ദേവി ഭദ്രകാളി രൂപത്തിലാണ് കൂടിക്കൊള്ളണത്. നമുക്ക് എന്താഗ്രഹമുണ്ടോ അത് മനസ്സിൽ വിചാരിച്ച് 7 പ്രാവശ്യം ഈ പേരാലിന് ചുറ്റും വലം വെച്ച് ഈ പേരാലിൻ്റെ ഏതെങ്കിലും കൊമ്പിൽ കെട്ടിയാൽ കാര്യം സാധിക്കുമെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. ഇവിടെ
കാര്യം സാധിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ വന്ന് പൊങ്കാല ഇടണം എന്നാണ് ഒരു ആചാരം അവിടെ നാട്ടിൽ. പൊങ്കാല ഇടാനായിട്ട് ഒരു സെപ്പറേറ്റ് സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും നന്നായി, ആൾക്കാർക്ക് വെയിൽ അങ്ങനെ ഒന്നും കൊള്ളൊന്നുമില്ല. പിന്നെ ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ അവിടെയും പൊങ്കാല ഇടും. ഇവിടെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് പൊങ്കാലയുടെ ഫ്രണ്ടിൽ നേദിച്ച് വെക്കണുണ്ട്. നമ്മുടെ അവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് പൊങ്കാല ഇട്ടതിന് ശേഷം ശാന്തി വന്ന് പൂജിക്കുകയും അങ്ങനെ പൂജിച്ചും തരും. ഈ കാണേണ്ട ഞാൻ പറഞ്ഞില്ല നേദിച്ച് വെക്കണമെന്ന്, അത് ഈ കണ്ട പോലെയാണ് കേട്ടോ. അപ്പം ഇനി പൊങ്കാലാവാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പോഴേക്കും നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. അമ്മ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്നതാണ് ഇത്. ഈ മണികൾ ആരും അഴിച്ചു മാറ്റിയ കാര്യങ്ങളൊന്നുമില്ല. ഇത് തന്നെ ഈ നൂലൊക്കെ ദ്രവിച്ച് നിലത്ത് വിട്ട് വീഴുകയാണ് ചെയ്യാറ്. അങ്ങനെ നമ്മ ഇവിടെ നിന്നപ്പോഴാണ് നമ്മുടെ മണി പൂജിച്ചുകൊണ്ട് അമ്മ വന്നത്. ഇനി ഈ പേരാലിന് ചുറ്റും 7 പ്രാവശ്യം വലം വെച്ചതിന് ശേഷമാണ് ഈ മണി കെട്ടണത്. വലം വെക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മനസ്സിൽ എന്താഗ്രഹമാണുള്ളത് അത് നമ്മൾ മനസ്സിൽ ഓർത്തിട്ട് വേണം നടക്കാനായിട്ട്. ഇനി 7 പ്രാവശ്യം വലം വെച്ചതിന് ശേഷം കാണാം. ഇപ്പം ഈ പേരാലിന് ചുറ്റും നിറച്ച് മണിയാണ്. നമ്മൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലം നോക്കിയിട്ട് കെട്ടാം. ഈ കെട്ടുമ്പോഴെന്ന് വെച്ചാൽ ഈ കമ്പി കെട്ടരുത്, ഈ മണി ഈ നമ്മുടെ മരത്തിൻ്റെ ശാഖയിൽ തന്നെ കെട്ടാൻ പരമാവധി നോക്കണം കേട്ടോ. അങ്ങനെ ഞാൻ 7 പ്രാവശ്യം വലം വെച്ച് ഞാൻ ഇവിടെയാണ് കേട്ടോ എൻ്റെ ആദ്യത്തെ മണി കിട്ടിയത്. ഞാൻ എൻ്റെ ആഗ്രഹം വിചാരിച്ച് ഇവിടെ ഒരു മണി കെട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കെട്ടി. ഇതെൻ്റെ രണ്ടാമത്തെ ആഗ്രഹം. അങ്ങനെ ഞാനൊരു 3 മണിയാണ് കേട്ടോ കിട്ടിയത്. ഇനി എൻ്റെ ആഗ്രഹം നടക്കും. മണി കെട്ടി ഇറങ്ങിയപ്പോൾ ഏകദേശം 1 മണി 1:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ തന്നെ നമുക്ക് അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അന്നദാനപുരയിലോട്ട് പോയി. അന്നദാനപുരയിൽ തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അത്ര നേരം നമ്മൾ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. കഞ്ഞിയും പയറുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കഞ്ഞിയും പയറും കുടിച്ചിറങ്ങി കുറച്ച് നേരം കടലിലോട്ട് പോയി ചെറിയൊരു പർച്ചേസ് കാര്യങ്ങൾ പിള്ളേർക്ക് പോയി കളിപ്പാട്ടമൊക്കെ മേടിച്ച്. 1 മണി രാവിലെ തുടങ്ങി 1 മണി വരെ, അത് കഴിഞ്ഞിട്ട് 4 മണിക്കാണ് വൈകുന്നേരം. അപ്പൊ ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ പൊങ്കാലയുണ്ട്, ആ അമ്മ വെച്ച പൊങ്കാലയാണ്. നമുക്ക് എല്ലാവർക്കും തന്ന് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകണേ കേട്ടോ. അപ്പം ഇന്നൊരു ചെറിയൊരു ടെമ്പിൾ വിസിറ്റ് വീഡിയോ ആയിരുന്നു. അപ്പോൾ അത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബായ്.